ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 18. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മദം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ഇവരെല്ലാവരും ഉത്കൃഷ്ടന്മാർ തന്നെയാണ്. എന്നാൽ ജ്ഞാനിയാകട്ടെ ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സമാഹിത ചിത്തനായ അയാൾ അത്യുത്കൃഷ്ടമാത്മമായ എന്നെ തന്നെ ഗതിയായി ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ അനുത്തമമായ ഗതിയിൽ അയാൾ നിലകൊള്ളുന്നു എന്നർത്ഥം. ഇപ്പം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചു 4 വിധം ഭക്തന്മാരെ കുറിച്ച്. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇങ്ങനെയാണ് 4 കൂട്ടർ. അതിൽ ഈ ഭക്തന്മാരൊക്കെ സുഹൃതം ചെയ്തവരാണ് എന്ന് പഠിച്ചു. സുഹൃതം ചെയ്തവർക്ക് ഭഗവാന്റെ മുന്നിൽ തലകുനിക്കാൻ സാധിക്കും, ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കും. അവര് ഒക്കെ സുഹൃതം ചെയ്തവരാണ്, പുണ്യം ചെയ്തവരാണ്, ഉത്കൃഷ്ടന്മാർ തന്നെയാണ്. എന്നാൽ അവരിൽ തന്നെ 2 വിഭാഗമാക്കി തരംതിരിച്ചു. ഒന്ന് ഗൗണീ ഭക്തി എന്ന്, മറ്റൊന്ന് പരാഭക്തി എന്ന്. ഗൗണീ ഭക്തിയിൽ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി എന്നീ 3 പേരെ ചേർത്തു. ജ്ഞാനിയെ പരാഭക്തിയിലാണ് ചേർത്തിയത്. ആ പരാഭക്തിയിൽ ഉള്ള ആ ജ്ഞാനിയെ ആണ് ഇവിടെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും പ്രിയപ്പെട്ടവരല്ല എന്നർത്ഥം എടുക്കരുത്. ഭഗവാനിൽ ആർക്ക് ഭക്തിയുണ്ടോ അവരൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ അതിൽ വെച്ച് തീർത്തും ഭഗവാന് പ്രിയപ്പെട്ട ആളാണ്, ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ജ്ഞാനിയായ ഭക്തൻ. അറിവിൽ നിന്നുണ്ടായ ഭക്തിയാണത്. മറ്റ് ഭക്തിയൊക്കെ ഭഗവാന്റെ മഹിമകളാണെന്നൊക്കെ അറിയാമെങ്കിലും അവര് മറ്റു വഴിക്കാണ് അന്വേഷിക്കുന്നത്, മറ്റുള്ളവരുടെ മാർഗത്തെ അന്വേഷിക്കുന്നു. ഭഗവാൻ അങ്ങനെ തരും, ഭഗവാൻ ഇങ്ങനെ തരും, ഭഗവാൻ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ പോകുന്നുവോ അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന പോലെ. ആലിൽ നിന്ന് കെട്ടഴിച്ചു വിട്ട പശുക്കളുടെ പിന്നാലെ മറ്റു പശുക്കൾ പോകുന്നത് പോലെ അവര് ലോകത്തില് കുറേ ആളുകൾ പോകുന്നതിൻ്റെ പിന്നാലെ പോകും. അറിഞ്ഞിട്ടൊന്നുമല്ല, അവിടെ പോവുകയാണ്. എന്നാൽ ശാസ്ത്രാനുസാരം ഭഗവാൻ ആരാണെന്ന് ശാസ്ത്ര പ്രമാണത്തിനനുസരിച്ച് അറിഞ്ഞവരാണ് ജ്ഞാനി ഭക്തന്മാർ. അതാണ് വ്യത്യാസം. അങ്ങനെയുള്ള ഭക്തന്മാര് ഇവിടെ പറയുകയാണ്, എപ്രകാരമാണോ അഗ്നിയുടെ ഔഷ്ണ്യം അതുപോലെയാണ് അവരുടെ ഭഗവാൻ. അഗ്നിയുടെ സ്വഭാവമാണ് ഔഷ്ണ്യം, ഉഷ്ണം. സ്വഭാവം മാറ്റിയാൽ പിന്നെ അതല്ലാതായി. ഇതുപോലെ ജ്ഞാനീ ഭക്തനെ സംബന്ധിച്ച് അയാളോട് ചേർന്ന് തന്നിൽ തന്നെ താനായി ഇരിക്കുന്നവനാണ് ഭഗവാൻ. അതേപോലെ സർവത്തിലും അതായിരിക്കുന്നവൻ, സർവജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഭക്തൻ, അത് അറിവ് കൊണ്ടേ അങ്ങനെ ആവുള്ളൂ. അപ്പോൾ അറിവും ഭക്തിയും കൂടി ചേർന്നാലാണ് അത് ശരിയായ ഭക്തിമാർഗമാവുന്നത്. അറിവില്ലാതെയും ഭക്തി ഉണ്ടാവാം, എന്നാലും അവർ ഈശ്വരൻ്റെ മുന്നിൽ തല കുനിച്ചുവല്ലോ, അതുകൊണ്ട് അവരൊക്കെ ശ്രേഷ്ഠന്മാരെ തന്നെയാണെങ്കിലും ജ്ഞാത്വാ കർമ്മ സമാചരേത്, അറിഞ്ഞ് ഭഗവാനെ പൂജിക്കുന്നു. അല്ലാത്തവർ പലപ്പോഴും പലതിൻ്റെ പിന്നാലെ അന്ധമായി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുകളിലും പറയും, യജുർവേദീയമായ ബൃഹദാരണ്യകോപനിഷത്തിൽ ഉള്ള മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്.
4 വേദങ്ങളിലും ഉള്ള പ്രധാനപ്പെട്ട മഹാവാക്യത്തെ എടുത്തിട്ടാണ് നമുക്ക് ആചാര്യന്മാർ ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ഋഗ്വേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. യജുർവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. സാമവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി എന്നുള്ളത്. അഥർവവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ എന്നുള്ളത്. ഇതിൽ ബൃഹദാരണ്യക ഉപനിഷത്തിലെ, അതായത് യജുർവേദീയമായ ബൃഹദാരണ്യകോപനിഷത്തിലെ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉള്ള ആളാണ് ഇവിടെ ജ്ഞാനീ ഭക്തൻ എന്നർത്ഥം. ഭഗവാൻ അന്യനല്ല, തന്നിൽ താനായിരിക്കുന്നവനാണ്, താൻ തന്നെയായിരിക്കുന്നവനാണ്. അവിടെ താൻ കേവലം ഒരു ജീവനാണ് എന്നുള്ള ആ മറവ് നീങ്ങി താൻ ബ്രഹ്മമാണെന്നറിയുന്നു. ഇതിനെ ബോധിപ്പിക്കുന്നതാണ് മുണ്ടകോപനിഷത്തിലെ ഒരു വാക്യം, ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു, ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നുള്ള വാക്യം. അറിയുന്നവനും അറിവും വേറെയല്ല. ആരാണോ ഈശ്വരനെ അറിയുന്നത് ആ അറിവ് തന്നെയാണ് ബ്രഹ്മം. ആ അറിവിൽ അയാളുടെ തൻ്റെ സ്വരൂപം ഭഗവാനാണെന്ന് അയാൾ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മഹാത്മാക്കളെ നമ്മൾ പോയി നമസ്കരിക്കുമ്പോൾ അത് ഈശ്വരനെ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. സർവവ്യാപിയും സർവശക്തനും അതുപോലെ സർവജ്ഞനുമായിരിക്കുന്ന ഭഗവാന് രൂപം ഉണ്ടാവാൻ തരവില്ല. ന തസ്യ പ്രതിമ അസ്തി, ഈശ്വരന് പ്രതിമയില്ല. എന്നാൽ ഈശ്വരൻ്റെ പ്രതിമകളിൽ നമ്മൾ പോകുന്നില്ലേ? ഉണ്ട്. കാര്യസാധ്യത്തിനൊക്കെ ആയിട്ട് പലവിധ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനായിക്കൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ വിഗ്രഹ ആരാധനകളിലൊക്കെ പോകുന്നത്. അവിടെ ആ വിഗ്രഹങ്ങളെ പോലും ചൈതന്യവത്താണ്, ആ വിഗ്രഹങ്ങളിൽ പോലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നവനാണ് ഭഗവാൻ എന്ന് കാണിച്ചു കൊടുത്തത് ആരാണ്? ഈ ഈ ജ്ഞാനി ഭക്തനാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളാണ് ആ വിഗ്രഹങ്ങളിൽ പോലും ചരാചരങ്ങളിലെല്ലാം കുടികൊള്ളുന്നത് ഭഗവാനാണെന്ന് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന, വിഗ്രഹത്തിലേക്ക് ആരാധിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് പോകുന്ന വഴിയിൽ ഒരു തൻ്റെ ഗുരുനാഥനെ, അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കാണുകയാണെങ്കിൽ അയാളെ നമസ്കരിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ജീവനിൽ ഈശ്വരനെ ദർശിക്കുന്നു. കാരണം ഈശ്വരൻ്റെ കാണപ്പെടുന്ന രൂപമാണ് ഈ ജ്ഞാനി ഭക്തൻ എന്നർത്ഥം. അങ്ങനെയുള്ള മഹത്തുക്കൾ 1,000,000 ഉണ്ടാവുള്ളൂ. അവരാണ് ക്ഷേത്രത്തെയും വിഗ്രഹങ്ങളെയും ഒക്കെ അതിലെല്ലാം ഈശ്വരനെ നമുക്ക് കാണിച്ചു തന്നത്. അവരെയാണ് നമ്മൾ ആൾദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുള്ളത്. ആളിൽ, മനുഷ്യനിൽ ഈശ്വരനെ കാണാൻ കഴിയാത്തവന് എങ്ങനെയാണ് വിഗ്രഹങ്ങളിൽ, കല്ലിലും മരത്തിലും ഒക്കെ കാണാൻ കഴിയുക? അതുകൊണ്ട് തൻ്റെ സഹജീവികളിൽ ഈശ്വരനെ കാണാനാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനിയായിരിക്കുന്ന ഭക്തൻ എല്ലാ ഭക്തന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. മറ്റ് ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭഗവാനെ പൂജിക്കാൻ പോകുന്നത്, ഭഗവാന്റെ മുന്നിൽ പോകുന്നതെങ്കിൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. കാരണം ഭഗവാന്റെ മുന്നിൽ തലകുനിക്കാൻ അവർക്ക് തോന്നിയല്ലോ, തൻ്റെ പരിമിതമായ കഴിവിൽ അയാൾ അഹങ്കരിക്കുന്നില്ലല്ലോ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അവർ ഈ ജ്ഞാനിയായ ഭക്തനെ സംബന്ധിച്ച് തനിക്കൊന്നും നേടാനില്ല. കാരണം തന്നിൽ തന്നെ താനായിട്ട് ഇരിക്കുന്ന ഭഗവാനാണ്, തനിക്ക് പിന്നെ എന്താണ് നേടാനുള്ളത്? അതുകൊണ്ട് തനിക്ക് വേണ്ടതാണ് വരുന്നത്, അഥവാ തനിക്ക് ഒന്നും ലഭിക്കാനില്ല. എന്ത് ലഭിക്കുന്നുവോ അത് ഭഗവത് പ്രസാദമാണെന്ന് അയാൾ അറിയുന്നു. അയാൾക്കിനി മോക്ഷം പോലും കിട്ടാനില്ല. കാരണം അയാൾ മുക്തനാണ്, ജീവൻ മുക്തനാണ്. അങ്ങനെയുള്ള ജീവൻ മുക്തനായ ആള് പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ശരീരം? അവിടെ പറയുന്നത് അയാൾ ജ്ഞാനിയാണെങ്കിൽ പോലും ആ ശരീര പ്രാരബ്ധമനുസരിച്ച് കുറച്ചു കാലം കൂടി അയാൾ ലോകാനുഗ്രഹ ഹേതുവായി വസിക്കുന്നു.
ആ ലോകാനുഗ്രഹം ചെയ്യുമ്പോഴും അത് അയാളുടെ സ്വഭാവമാണ്, അതിൽ അയാൾ അഭിമാനിക്കുന്നില്ല. ഈ അഭിമാനമൊക്കെ ശരീരത്തിൽ ഞാൻ എന്ന ഭാവം ഉണ്ടാവുമ്പോഴാണ്. ആത്മാവാണ് താനെന്ന് സാക്ഷാത്കരിക്കുന്ന അങ്ങനെയുള്ള മഹാത്മാക്കളിൽ അയാൾ ഈ ലോകസംഗ്രഹ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് പോലും അയാളിൽ അഹങ്കാരത്തെ ജനിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള മഹാത്മാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ നമ്മൾ ഈശ്വര തുല്യം നമസ്കരിക്കുന്നു, അനുഗ്രഹത്തിനായി കൊണ്ട് പ്രാപിക്കുന്നു. മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ ആ മഹാത്മാവിനെ നമ്മൾ ശിവക്ഷേത്രമായിട്ട് പൂജിക്കുന്നു. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മുക്തരാണ്, അവർ ശരീരത്തിലല്ല ഇരിക്കുന്നത്, അവർ ഭഗവാനാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഒരു ഭാവത്തിൽ. അതുകൊണ്ട് ജ്ഞാനിയായിരിക്കുന്ന ഭക്തൻ എല്ലാറ്റിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ തലത്തിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ 4 കൂട്ടരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ 4 കൂട്ടരും എന്തുദ്ദേശം വെച്ചുകൊണ്ടാണെങ്കിലും അവിടെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് പരമാത്മാവിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്, പരമേശ്വരനെ തന്നെയാണ് ആശ്രയിക്കുന്നത്, ഭജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധന്യന്മാർ തന്നെയാണ്. എന്ത് നടക്കുന്നതും ഈശ്വര പ്രഭാവത്താലാണെന്ന് അവരറിയുന്നുമുണ്ട്. എന്നാൽ ദുഃഖനിവൃത്തിക്കായിട്ടോ അഥവാ കാമപൂർത്തിക്കായിക്കൊണ്ടോ ജ്ഞാനലബ്ധിക്കായിക്കൊണ്ടോ ഈശ്വരനെ സമീപിക്കുകയാണ് ആർത്തനും ജിജ്ഞാസിയും അർത്ഥാർത്ഥിയും ആയിരിക്കുന്നവർ. അതുകൊണ്ട് അവർ ഭൗതിക വസ്തുക്കളെ വിശ്വസിച്ചും ആശ്രയിച്ചും കഴിയുകയാണ്. എന്നാലും അവർക്ക് ഈശ്വരനെ ഭജിക്കാൻ തോന്നിയല്ലോ എന്നുള്ളതുകൊണ്ട് അവർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. എന്നാൽ ജ്ഞാനിയാകട്ടെ എൻ്റെ ആത്മാവ് തന്നെയാണ്, ജ്ഞാനിയും ഞാനും രണ്ടല്ല, ജ്ഞാനി ത്വാത്മൈവ. ജ്ഞാനിയാകട്ടെ ശരീര മനോബുദ്ധികളിലെ അഭിമാനമൊക്കെ വെടിഞ്ഞ് പരമാത്മാവുമായി താതാത്മ്യഭാവത്തിൽ വർത്തിക്കുന്നു, തന്നിൽ താനായിരിക്കുന്നു. അയാൾ സ്വവ്യക്തിത്വം ഈശ്വരനിൽ ലയിപ്പിച്ച് ഈശ്വര സ്വരൂപിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണിതെന്ന് മനസ്സിലാക്കാനുള്ളത്.